വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവമായ ദൈവപുത്രനായ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയാകുന്നു, സത്യവും ജീവനുമാകുന്നു. ഈ വഴിയിലൂടെ അല്ലാതെ, ഈ സത്യം അനുസരിച്ചല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താൻ കഴിയുന്നില്ല. അതേ കർത്താവ് ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ച് നമ്മുടെ പാപപരിഹാരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും ശാപവിമുക്തിക്കും അനുഗ്രഹത്തിനും നിത്യജീവനും വേണ്ടി തൻ്റെ ജീവനെ ക്രൂശിൽ നൽകി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. എന്നാൽ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കിടന്നുകൊണ്ട് കാഹളത്തിനൊത്തൊരു മഹാനാഥം തൻ്റെ കാതിൽ കേട്ടുകൊണ്ട് ആമീൻ താൻ എഴുതുവാൻ തുടങ്ങി. കേൾക്കുന്നതും കണ്ടതും താൻ എഴുതിയത് ഇങ്ങനെയാണ്: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ഇങ്ങനെ അതിമഹത്തായ 2 പ്രവചനങ്ങൾ, ഒന്ന് സുവിശേഷ ഭാഗത്തിലും മറ്റൊന്ന് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഒരേ ഒരു പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 വാഗ്ദത്തങ്ങളും ശ്രദ്ധേയമാണ്, സന്ദേശത്തിന് ആധാരമാണ്. പ്രിയരെ, നാം പോയ വഴികളല്ല ഇനി പോകേണ്ട വഴികൾ, നാം പോകുന്ന വഴികളുമല്ല ഇനി പോകേണ്ട വഴികൾ. കർത്താവ് പറയുകയാണ്, പോയ വഴികളല്ല ഇനി നാം പോകേണ്ട വഴികൾ, ഇപ്പോൾ പോകുന്ന വഴികളല്ല ഇനി നാം പോകേണ്ട വഴികൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വഴിയായിരിക്കുന്നത്, നമുക്ക് സത്യമായിരിക്കുന്നത്, നമുക്ക് വാതിലായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് യേശു കർത്താവ് വഴിയാണ്, ഈസ് ദ വേ, അവനാണ് വഴി എന്നുള്ള സത്യത്തെ വെളിപ്പെടുത്തുന്ന അനവധി വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു സത്യം ഞാൻ പറയാം, തിരുവചനത്തിനകത്തുനിന്ന് നമുക്ക് മനുഷ്യർ തിരഞ്ഞെടുത്ത വ്യത്യസ്തമായ വിവിധ നിലകളിലുള്ള വഴികളെ നമുക്ക് ദർശിക്കാനായി കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം ആരെയും കൺട്രോൾ ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ആരെയും വ്യക്തിപരമായി ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവം മനുഷ്യന് തീരുമാന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ തീരുമാനങ്ങളും എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇളയ മകൻ, മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ മകൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അപ്പൻ പോകണ്ട എന്ന് പറഞ്ഞില്ല. വസ്തുവകകൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവനത് നാനാവിധമാക്കി കളയുമെന്ന് അറിഞ്ഞിട്ടും അപ്പൻ ആ വസ്തുവകകൾ അവന് കൊടുക്കാതിരുന്നില്ല. അവൻ അപ്പനിൽ നിന്ന് ദൂരത്തേക്ക് യാത്രയായി കഴിഞ്ഞപ്പോഴും അപ്പൻ അവനെ തിരക്കി ചെല്ലുന്നില്ല, എന്നാൽ അവനെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തെ അല്ല, അല്ലെങ്കിൽ നമ്മളെ പലതും അടിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം കാണുന്നത്. ഒരു സത്യം എപ്പോഴും നാം തിരിച്ചറിയണം, ദൈവമല്ല നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്, നാം എടുക്കുന്ന തീരുമാനങ്ങളിലാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നാം എടുക്കുന്ന തീരുമാനത്തിന് അധിഷ്ഠിതമായി ആയിരിക്കും ദൈവം നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നത്. അവനെ അനുഗമിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിശ്ചയമായും അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണ വഴികൾ തന്നെ. നമുക്കൊക്കെ ചൊവ്വായി തോന്നുന്ന, നമുക്കൊക്കെ ഇത് ശരിയാണെന്ന് തോന്നുന്ന പല വഴികളും അത് ചൊവ്വായ വഴികളല്ല, അതിൻ്റെ അവസാനം മരണ വഴികളാണ് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ ശ്രദ്ധിക്കുവാൻ
കാണുവാൻ കഴിയുന്നുണ്ട്. പലയിടത്തും സങ്കീർത്തനക്കാരനായ ദാവീദും സാമുവേലും പഴയ നിയമ പ്രവാചകന്മാരും ഭക്തന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അവിടുത്തെ ഹിതപ്രകാരമുള്ള വഴി എന്നെ കാണിക്കണമേ. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത് 27-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, നിന്റെ വഴി എന്നെ കാണിക്കണേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണേ. 27-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അതിന് ദാവീദിന് മറുപടി ലഭിച്ചത് 32-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴാണ്. 32-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദാവീദിന് അതിന് മറുപടി ദൈവം കൊടുക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ആരോടൊക്കെയോ ദൈവം അറിയിക്കുകയാണ്. കർത്താവേ, ഷോ മീ യുവർ വേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, നിന്റെ പാത എന്നെ കാണിക്കണമേ, അതെനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ, സ്വാർത്ഥതകളെ വെടിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ജഡീകതകളെ വെടിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ഇരുകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുന്ന, നിന്നെ ഉപദേശിക്കുന്ന, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം ജീവിക്കുന്ന പ്രിയരെ. അതുകൊണ്ടാണ് 37-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിങ്ങൾക്ക് ചൊവ്വായി തോന്നിയ പല വഴികളും ചൊവ്വല്ലായിരുന്നു, നമുക്ക് നല്ലതെന്ന് തോന്നിയ പല വഴികളും നല്ലതല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ എവിടെയെങ്കിലും നാം തിരഞ്ഞെടുത്ത വഴികൾ ശരിയല്ലാതായി, ബുദ്ധിമുട്ടായി, ഇന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ വഴിത്തലയ്ക്കൽ വഴിമുട്ടി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദാവീദിനെ പോലെ ഇന്ന് പകലിലൊന്ന് കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? സ്വർഗത്തിലെ പിതാവേ, അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ, അവിടുത്തെ ആലോചന എനിക്ക് പറഞ്ഞു തരണമേ. വാസ്തവമായും ഇതാരോടോ ഉള്ള ഒരു സന്ദേശമാണ്, ഏതോ ഒരു കുടുംബത്തോടുള്ള സന്ദേശമാണ്, ഏതോ ഒരു വ്യക്തിയോടുള്ള പ്രവചന ആലോചനയാണ്. ഒന്ന് കൈ ഉയർത്തി ഇപ്പൊ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. പിതാവേ, ദാവീദിനെ പോലെ ഞാനും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് പോകേണ്ടുന്ന വഴിയെ അവൻ കാണിച്ചു തരും, അവൻ നിന്നെ ഉപദേശിക്കും. ഒരു പ്രവാചകനും നിന്റെ അടുക്കൽ വരണ്ട, ഒരു വ്യക്തികളും നിന്റെ അരികിൽ വരണ്ട, ഒരു മാനുഷിക ആലോചനകളും നീ കേൾക്കണ്ട. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നിന്നെ നയിക്കുന്ന നിലകളിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയട്ടെ, നാം പോകുന്ന വഴികളും ദൈവം നമ്മളെ നയിക്കുന്ന വഴികളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജിന് തുടക്കത്തിലേ പറഞ്ഞത്, കർത്താവിനോട് പറഞ്ഞൊരു പദമാ, പോയ വഴികളല്ല ഇനി നാം പോകേണ്ടുന്ന വഴികൾ, ഇപ്പോൾ പോകുന്ന വഴികളല്ല ഇനി നാം പോകേണ്ടുന്ന വഴികൾ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ നടത്തുന്ന വഴികളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളും മാനുഷികമായി നാം തിരഞ്ഞെടുക്കുന്ന വഴികളിൽ നാം അനുഭവിക്കുന്ന സ്ട്രഗിളുകളും ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താ, ദൈവം നമ്മളെ നടത്തിയാൽ, ദൈവം നമ്മളെ വഴി നടത്തിയാൽ, ദൈവം തുറക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്താൽ അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അതാ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 48-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ശക്തമായ ഒരു ആലോചനയാണ് അവിടെ പറയുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ആ പദം ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ശുഭകരമായി നിന്നെ പ്രവർത്തിക്കുവാൻ അഭ്യസിപ്പിക്കുന്ന. നിന്റെ പ്രവൃത്തി ശുഭകരമാകണോ? നിന്റെ ബിസിനസ് ശുഭകരമാകണോ? നിന്റെ ജോലി മേഖല ശുഭകരമാകണോ? നിന്റെ ശുശ്രൂഷ ശുഭകരമാകണോ? നിന്റെ കുടുംബജീവിതം ശുഭകരമാകണമോ? നിന്റെ ലൈഫ് ശുഭകരമാകണമോ? ആ ശുഭകരമായ ഭാവി നിങ്ങൾക്കുണ്ടാകുവാൻ, ശുഭകരമായി പ്രവർത്തി
പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം മാത്രമല്ല, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ഇതുപോലൊരു ദൈവമുണ്ടോ? This is my question. Hallelujah. ഇതുപോലൊരു കർത്താവുണ്ടോ? നീ പോകേണ്ടുന്ന റൂട്ട് നിനക്ക് കാണിച്ചു തരുന്ന, നിന്റെ പ്രവർത്തന മേഖലകളിൽ നിന്നെ പ്രോസ്പർ ആക്കുന്ന ഒരു ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ഒരു ശുഭത വെളിപ്പെടട്ടെ. നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ആത്മീക ഭൗതിക മേഖലകളിൽ, സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ഒരു ശുഭത ഉണ്ടാകട്ടെ. ഒത്തിരി കുഞ്ഞുങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. നീറ്റിന്റെ എക്സാം എഴുതുന്നു, IELTS എക്സാം എഴുതുന്നു. ഒത്തിരി എക്സാമിനേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പലർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിത്വമല്ല. നിന്റെ ജീവിതത്തിൽ ശുഭത ഉണ്ടാകുവാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, പ്രിയനേ, എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. എൻ്റെ ആത്മാവിലാണ് ദൈവത്തിന്റെ ശുഭത. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, പ്രിയനേ, എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ സകലത്തിലും ശുഭത ഉണ്ടാകണമെങ്കിൽ, സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ആത്മീക ഭൗതിക അഭിവൃദ്ധികൾ പ്രാപിക്കണമെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴികളിലല്ല ഞാൻ യാത്ര ചെയ്യേണ്ടത്. എന്റെ ജഡത്തിന്റെ, ബുദ്ധിയുടെ, വികാരങ്ങളുടെ, തിന്മകളുടെ, പിശാചിന്റെ വഴികളിലല്ല ഞാൻ മുന്നോട്ട് പോകേണ്ടത്. ദൈവം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വഴിയിലൂടെ, ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കുന്ന വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുവാൻ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ശുഭകരമാക്കുന്ന എന്റെ ലൈഫിനെ, പ്രോസ്പർ ആക്കുന്ന എന്റെ ലൈഫിനെ, അത്ഭുതകരമായി വഴി നടത്തുന്ന എന്റെ ദൈവത്തെ എന്റെ ജീവിത യാത്രയിൽ എനിക്ക് കാണാൻ കഴിയും. എന്റെ ജീവിത യാത്രയിൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ പ്രിയരെ, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴികളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ വഴികളുമുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയാകുന്നു. ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയാകുന്നു. ഈ ബൈബിൾ പഠിക്കുമ്പോൾ മനുഷ്യർ തിരഞ്ഞെടുത്ത വഴികളിലൂടെ അവർ യാത്ര ചെയ്ത് അവരുടെ ജീവിതം എന്തായി തീർന്നെന്നും, ദൈവം അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വഴിയിലൂടെ അത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് കയറി നിന്ന് അവരുടെ ഭാവി എന്തായി തീർന്നെന്നും ഒത്തിരി സംഭവങ്ങൾ, ചരിത്രങ്ങൾ വ്യക്തമാക്കാനുണ്ട്. അത് ഇന്നത്തെ സഭായോഗത്തിൽ ഈ ശുശ്രൂഷയിൽ പറഞ്ഞാൽ തീരുന്നതല്ല. പക്ഷെ ഞാൻ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു വാക്യം, ഒരു വാക്യം കാണിച്ചു തന്നു. ആ ഒരു ഒറ്റ വാക്യത്തിനകത്ത് തന്നെ ചിലർ തിരഞ്ഞെടുത്ത വഴികൾ കിടപ്പുണ്ട്. അത് ഒറ്റ ബുക്ക് മാത്രമുള്ള, ഒറ്റ അധ്യായമുള്ള വേദപുസ്തകത്തിലൊരു പുസ്തകമാണ്. ഇനി പറയണ്ടല്ലോ, യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം. ആ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർക്ക് അയ്യോ കഷ്ടം. ആർക്ക്? അവർ കയീന്റെ വഴികളിൽ നടക്കുകയും, ആരുടെ വഴിയാ? അവർ കയീന്റെ വഴികളിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ഒരു തകർന്ന തലമുറയെ യൂദായുടെ ലേഖനത്തിൽ പുള്ളി ആകെ കുറച്ച് വാക്യങ്ങളെ എഴുതിയോളെങ്കിലും, ഒറ്റ അധ്യായമേ എഴുതിയോളെങ്കിലും, ആവശ്യമില്ലാത്ത വഴി തെരഞ്ഞെടുത്ത് തകർന്നു പോയ കുറെ പേരെ ഒന്ന് കാണിച്ചു വെച്ച് തന്നിട്ടാ പുള്ളി ആശീർവാദം പറഞ്ഞിറങ്ങിപ്പോയി. പ്രൈസ് ഗോഡ്. അതിൽ ഒന്നാമത് യൂദ പറയുന്നത് കയീന്റെ വഴിയാണ്. ഈ മെസ്സേജ് കേൾക്കുന്നവർ ഒന്ന് കരമുയർത്തി പറയണം, ഒരിക്കലും ഞാൻ കയീന്റെ വഴി തിരഞ്ഞെടുക്കില്ല. എന്തുവാണ് കയീന്റെ വഴിയുടെ പ്രത്യേകത? ഈ കയീന്റെ വഴി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. നമുക്കറിയാം, ആദത്തിന്റെ ഹവ്വയുടെയും പുത്രന്മാർ കയീനും ഹാബേലും. ഇവർ രണ്ടുപേരും ദൈവത്തിന് ആരാധന കഴിച്ചു. എന്നാൽ ദൈവം ഹാബേലിന്റെ ആരാധനയിൽ, യാഗത്തിൽ പ്രസാദിച്ചു. അപ്പൊ കയീന് എന്തുണ്ടായി? കയീന് അസൂയ ഉണ്ടായി, ജലസി ഉണ്ടായി. ആരോട്? തൻ്റെ സഹോദരനോട്. ആ അസൂയയുടെ പരിണിത ഫലം എന്നായിരുന്നു? വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ കൊലപാതകം അവിടെ നടന്നു. സ്വന്തം സഹോദരനെ തലക്കടിച്ചു കൊന്നു. ഹല്ലേലൂയ. എന്തായിരുന്നു ആ കൊലപാതകത്തിന്റെ പിന്നിലെ പ്രേരക ശക്തി? എന്തായിരുന്നു കയീന്റെ വഴി? കയീന്റെ ഏറ്റവും വലിയ പ്രശ്നം മറ്റൊന്നല്ലായിരുന്നു.
അസൂയ കൊണ്ട് മറ്റുള്ളവരെ ഇല്ലാതെയാക്കുന്ന, തകർക്കുന്ന വഴിയാണ് കയ്യിന്റെ വഴി. അസൂയ കൊണ്ട് മറ്റുള്ളവരെ തകർത്ത് അവരെ ഇല്ലാതാക്കുകയാണ്, താൻ തന്നെ ഇല്ലാതാകുകയാണ്. ഇങ്ങനെയുള്ള വഴികൾ ജീവിതത്തിൽ തിരഞ്ഞെടുത്തവരുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവരൊട്ട് നന്നാവുകയില്ല, ഇവരൊട്ട് ഒരു കാര്യവും ചെയ്യുകയില്ല, മറ്റൊരുത്തനെയും കൊണ്ട് ചെയ്യിക്കുകയില്ല. എന്നാൽ ഇവരിത് ചെയ്യുമോ? അവരത് ചെയ്യില്ല. അവർക്ക് അതിനുള്ള വിളിയോ അഭിഷേകമോ നിയോഗമോ തിരഞ്ഞെടുപ്പോ ദൈവം അതിനുള്ള കോളിങ്ങും ഗിഫ്റ്റും അവരുടെ മേളിൽ ഇട്ടിട്ടില്ല. എന്നാൽ അവരത് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നിന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, ഉയർത്തുന്ന അനുഗ്രഹത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കേറുന്ന വ്യക്തികളുടെ സ്റ്റെപ്പ് വലിച്ചിളക്കുക എന്നുള്ളതാണ് അവരുടെ പ്രത്യേക ശുശ്രൂഷ. പ്രൈസ് ഗോഡ്. അവരേത് വഴിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? കയ്യിന്റെ വഴി. അപ്പൊ കയ്യിന്റെ വഴിയുടെ പ്രത്യേകത എന്നാ? അസൂയയുടെ വഴി. ഇവിടെ രണ്ടാമത് മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു. കോരഹിന്റെ വഴി എന്നായിരുന്നു? എന്തായിരുന്നു കോരഹ് തിരഞ്ഞെടുത്ത വഴി? നമ്മൾ മനസ്സിലാക്കണം, ഈ വഴിയെ പോകരുതെന്നാണ് യൂദ പറഞ്ഞേച്ചു പോയത്. യൂദ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാണിച്ചു കൊടുത്തു കൊറ്റി കൊടുത്ത യൂദ അല്ല ഇത് കേട്ടോ. യൂദ പറയാണ് ബിലയാമിന്റെ വഴി തിരഞ്ഞെടുക്കരുത്. നമ്മൾ കേട്ടു കയ്യിന്റെ വഴി ജലസി, അസൂയ, തകർക്കാൻ, മറ്റുള്ളവനെ അസൂയ കൊണ്ട് തകർക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴി. എന്നിട്ട് ഇവൻ നന്നാവോ? അതുമില്ല. അവനെ നശിപ്പിക്കും, ഇവനും നശിക്കും. സ്തോത്രം. രണ്ടാമത്തെ ആൾക്കാർ കോരഹ്. എന്താണ് ഈ കോരഹിന്റെ പ്രത്യേകത? ഒന്ന് വായിച്ചേക്കാം, പലർക്ക് കോരഹിനെ അറിയില്ല, അതുകൊണ്ടാണ്. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1-ാമത്തെ വാക്യം ആദ്യം വായിക്കണം, പിന്നെ ഞാൻ 1-2 വാക്യങ്ങളോട് പറയാം. അതോടൊന്ന് വായിച്ചു തരാം. കോരഹിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നാൽ ലേവിയുടെ മകനായ കേഹാത്തിന്റെ മകനായ ഇസഹാറിന്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, പേലേത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. 250 പേരെ. ഒരു വലിയ ചർച്ചാണ് മോശയുടെ ചർച്ച്. വലിയ ചർച്ചാണ്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ മെഗാ ചർച്ചാണ്. 3000-4000 പേര് കൂടുന്ന ചർച്ചല്ല, വലിയ ചർച്ചാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡർ, നേതൃത്വം, ദർശകൻ മോശയാണ്. സഹശുശ്രൂഷകൻ അഹരോനാണ്. യൂത്തിൻ്റെ ലീഡർ ജോഷുവയാണ്. ഇങ്ങനെ നല്ലൊരു ചർച്ചാണ് മോശയുടെ ചർച്ച്. ഇതിനകത്ത് ഇങ്ങനൊരു പുള്ളി ഉണ്ടായിരുന്നു ചർച്ചിനകത്ത്. പുള്ളിയുടെ പേരാണ് കോരഹ്. കോരഹ് എന്താ ചെയ്തതെന്നറിയാവോ? ഈ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും അതിനകത്തുള്ളതിൽ കൊള്ളാവുന്ന കുറച്ച് ആൾക്കാരെയും സംഘസദസ്യന്മാരെയും പ്രമാണികളുമായ 250 പുരുഷന്മാരെ തന്റെ കൂട്ടത്തിലാക്കി മോശയോട് മത്സരിച്ചു. പ്രൈസ് ഗോഡ്. എന്നിട്ട് മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. അവരോട് മതി ശുശ്രൂഷക മതി, ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, ഞങ്ങൾ എല്ലാവരും വിശുദ്ധരാ, നീ മാത്രമല്ല മോശ വിശുദ്ധൻ, യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മുൻപേ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്തെന്ന് കോരഹ് പറഞ്ഞു. എന്ന് പറഞ്ഞ എന്നാ? മോശെ, ഞാൻ നിന്റെ ശുശ്രൂഷയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ മോശയ്ക്ക് ചുറ്റും വിരോധമായി വട്ടം കൂടി. മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് പറ്റി പാസ്റ്റർ കോരഹിന്? അതിന്റെ 4-ാമത്തെ വാക്യം ഇവിടെ വായിച്ചോ. ഇത് കേട്ടപ്പോൾ മോശ കവിണ് വീണു, മോശയോട് മത്സരിച്ചു. മോശയെ എതിർത്തു. നിനക്ക് മാത്രമേ അഭിഷേകമുള്ളൂ, നിനക്ക് മാത്രമേ ശുശ്രൂഷയുള്ളൂ, നിന്നെ മാത്രമേ ദൈവം വിളിച്ചിട്ടുള്ളൂ. പുള്ളിയുടെ ശുശ്രൂഷയും നിയോഗവും ജനക്കൂട്ടമൊക്കെ കണ്ടപ്പെടുത്തേന് കോരഹൻ അങ്ങ് അസ്വസ്ഥമായി. കോരഹൻ അസ്വസ്ഥനായി. ഇവിടെ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴുന്നു. ഈ ഒരു സാഹചര്യത്തിന് മോശയ്ക്ക് അത് ചെയ്യാനേ അറിയുള്ളൂ. വിളിക്കപ്പെട്ട മോശമാർക്ക് അത് ചെയ്യാനേ അറിയുള്ളൂ. എന്നാൽ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം അതിന്റെ ഒരു റിസൾട്ട് അവിടെ കാണുന്നുണ്ട്. 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം ചെയ്തു. ഇന്ന് വരെ ദൈവം ചെയ്തിട്ടില്ലാത്ത ഒരു അപൂർവ കാര്യം ഈ ഭൂമി സംഭവിച്ചു. ഭൂമി വായ് പിളർന്ന് അവരെയും എന്ന് പറഞ്ഞാൽ ഈ കോരകനെയും കോരകന്റെ കൂട്ടത്തിൽ നിന്ന് 250 എണ്ണത്തെയും
അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ പറയും. അവിടെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ ഇത് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ടല്ലേ. ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴിൽ ഭൂമി പിളർന്നു. 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്ന് നിന്ന് മോശയ്ക്കെതിരെയും സഭയ്ക്കെതിരെയും പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളയും. അപ്പൊ ഇവിടെ യൂദ നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്, ഈ പുള്ളിയുടെ വഴി നിങ്ങൾ എടുക്കരുത്. ആരുടെ വഴി? കോരഹിന്റെ വഴി. അതെന്ത് വഴിയാണ്? അധികാരങ്ങളോട് മത്സരിക്കുന്ന വഴി. കയീൻ തിരഞ്ഞെടുത്ത വഴി ഏതാണ്? അസൂയയുടെ വഴി. കോരഹ തിരഞ്ഞെടുത്ത വഴി ഏതാണ്? അധികാരങ്ങളോടും അഭിഷേകത്തോടും മത്സരിക്കുന്ന വഴി. അനുഗ്രഹിക്കപ്പെടാൻ ഈ വഴിയെടുക്കും. മൂന്നാമത് അവിടെ തന്നെ അടുത്ത ആളുടെ പേര് യൂദ പറയുന്നുണ്ട്, ബിലയാമിന്റെ വഴി. എന്താ ബിലയാമിന്റെ വഴി? പത്രോസ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പാസ്റ്റർ ഒന്ന് വായിപ്പിച്ചേക്കാം. പീറ്റർ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. പത്രോസ കുറച്ചുകൂടെ അത് നന്നായിട്ട് പറയുന്നത്. യൂദ ഓടിച്ചു വിട്ടത് പത്രോസ് നിന്ന് പറയുന്നു. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. അതായിരുന്നു അവന്റെ വഴി, ബിലയാമിന്റെ വഴി. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തു കളഞ്ഞു. എന്താണ് ബിലയാമിന്റെ വഴി? ദ്രവ്യാഗ്രഹത്തിന്റെയും കൈക്കൂലിയുടെയും വഴി. തെറ്റായ നിലകളിൽ പണസമ്പാദനത്തിന്റെ വഴി, അനീതിയുടെ വഴി, ചതിയുടെ വഴി. 3 വഴികൾ നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. എഴുതി വെച്ചോ. 1, നിങ്ങൾ കയീന്റെ വഴി തിരഞ്ഞെടുക്കരുത്. അത് അസൂയയുടെ വഴിയാണ്. അതിന്റെ പരിണിത ഫലം നിന്റെ തകർച്ചയാണ്. 2, നീ കോരഹിന്റെ വഴി തിരഞ്ഞെടുക്കരുത്. അത് അധികാരത്തോടും അഭിഷേകത്തോടും ശുശ്രൂഷയോടും സഭയോടുമുള്ള മത്സരത്തിന്റെ വഴിയാണ്. അത് നിന്നിൽ ദൈവിക ന്യായവിധിയെ കൊണ്ടുവരുന്ന വഴിയാണ്. 3, ബിലയാമിന്റെ വഴി നീ തിരഞ്ഞെടുക്കരുത്. ആ വഴി എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹത്തിന്റെ കൈക്കൂലിയുടെ വഴിയാണ്. അത് ദൈവിക ന്യായവിധിക്ക് ഉതകുന്ന വഴിയാണ്. ഈ 3 വഴികളിലൂടെ പോകരുത് എന്നാണ് യൂദായുടെ ലേഖനം 1:11 യൂദാ പറയുന്നത്.